ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേശുക്കുട്ടന് സ്കൂളിലൊരു ഫാൻസി ഡ്രസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി കേശുവിനെ സെറ്റാക്കിയ ഒരു വീഡിയോ ആണ് ഇന്നുള്ളത്. ഫാൻസി ഡ്രസ്സിന് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും ഒരു ഹെൽത്തി ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും ഒരു ഫാൻസി ഡ്രസ്സാണ് ചെയ്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് മാംഗോ സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മാംഗോ ആണ് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു മാംഗോയുടെ ഷേപ്പ് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചാർട്ട് പേപ്പർ വരച്ച കീറി എന്തെങ്കിലും പോയാലോ, അപ്പോൾ അതുകൊണ്ട് ഒരു ന്യൂസ് പേപ്പർ വരച്ചെടുത്തിട്ട് ആ ന്യൂസ് പേപ്പർ മഞ്ഞ ചാർട്ടിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മാംഗോയുടെ ഷേപ്പ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഒരു കണ്ണോ മൂക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരച്ചു കൊടുത്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഞാൻ വിചാരിച്ചു കണ്ണൊക്കെ വരച്ചു കൊടുക്കാമെന്ന്. അപ്പം ഞാൻ കണ്ണ് വരച്ചിട്ട് എത്ര വരച്ചിട്ടും ശരിയാവുന്നില്ല കേട്ടോ. ഒരെണ്ണം വരയ്ക്കുമ്പോൾ ഒരെണ്ണം വേറെ ഷേപ്പും ഒന്ന് വേറെ ഷേപ്പും ഒക്കെ ആയി പോകുന്നത്. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ വരയ്ക്കണ്ടെന്ന് വെച്ച് പിന്നെ ഒരു പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. 2-3 ട്രിപ്പ് വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടും കണ്ണങ്ങോട്ട് ശരി രണ്ട് അളവാണ് വരുന്നത്. മാത്രമല്ല കണ്ണ് ഒരേ സ്ഥലത്തോട്ട് നോക്കുന്ന പോലൊക്കെ ആയിപ്പോയി കേട്ടോ. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ കേശുവാണ് പറഞ്ഞത് ഇത് ഒരു കണ്ണ് അങ്ങോട്ട് 2 കണ്ണും ഒരേ സൈഡിലോട്ടാണ് ഇരിക്കുന്നത്, ഒരുമാതിരി കോങ്കണ്ണ് പോലൊക്കെ ആയില്ലേ. പിന്നെ എന്തായാലും അതങ്ങ് മായിച്ചു. എന്നിട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തു. ഒരു കണ്ണിൻ്റെ ഷേപ്പ് 2 ഒരേ അളവിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുവിധം ഒക്കെ കട്ട് ചെയ്ത് എടുത്തൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് വരയ്ക്കാനൊക്കെ അറിയാവുന്നവരാന്ന് സിമ്പിളായിട്ട് വരച്ചെടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാത്തതുകൊണ്ട് നമുക്കിതൊക്കെ ഇച്ചിരി പാടായിരുന്നു. ഒരുവിധം ഒക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അല്ല നല്ല പെർഫെക്റ്റായിട്ടൊന്നും ശരിയായിട്ട് വന്നിട്ടൊന്നുമില്ല, എങ്കിലും നമുക്ക് ഒപ്പിച്ചെടുക്കാമായിരുന്നു. അങ്ങനെ കണ്ണൊക്കെ വരച്ച് ഒപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടൊരു വായുമൊക്കെ സെറ്റാക്കി വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കണ്ണിനും നാക്കിനും ഒക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ മാംഗോ ഒരുവിധം സെറ്റായി വരും. അപ്പം നമുക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ എല്ലാവരും ചെയ്യണമെന്ന് കമ്പൽസറി ഒന്നും അല്ലായിരുന്നു. താല്പര്യമുള്ളവർ ചെയ്തുകൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പം നമുക്ക് പിള്ളേർക്ക് ഇതൊക്കെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം അവിടെ ചെന്നപ്പോൾ പെട്ടെന്ന് മഞ്ഞ മാത്രമേ, ഞാൻ ഓറഞ്ചാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ഓറഞ്ച് ചാർട്ട് പേപ്പർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മഞ്ഞ ഉണ്ടായതുകൊണ്ട് പിന്നെ മാംഗോ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് കണ്ണും നാക്കും ഒക്കെ വരച്ച് വന്നപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ 2 ഇലയും കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ഒരു A4 ഷീറ്റിൽ ഇലയുടെ ഷേപ്പ് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ പുറത്ത് പച്ച പേപ്പർ ഒട്ടിച്ചാണ് എടുത്തത്. ഇത് കറുപ്പ് പോലെ വീഡിയോയിൽ തോന്നുന്നുണ്ടെങ്കിലും പച്ച തന്നെയാണ് കേട്ടോ. നല്ല കരിമ്പച്ച കളറാണ്. അപ്പോൾ അതും ഇലയുടെ ഷേപ്പ് വെട്ടിയെടുത്തിട്ട് ആ വെള്ള പേപ്പറിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതുകൂടെ മാംഗോയുടെ മുകളിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാംഗോ കൂട്ടനോടെ റെഡിയാവും. കേശു ഇരിപ്പുണ്ട് കേട്ടോ. ഇത് എല്ലാം നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. കേശുവാണ് വീഡിയോ എടുത്ത് തരുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ കൈ പിടിച്ചെടുക്കുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകുന്നുണ്ട്. ഞാൻ എടുത്ത് തരാമെന്നും പറഞ്ഞ് ഫോണും പിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ഫോൺ കിടന്നിങ്ങനെ ഷേക്കാവുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുവിധമൊക്കെ ഇലയും ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇലയും ഒരുവിധം ഷേപ്പ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മാംഗോ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുത്തേ കൂടെ ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ടൈ പോലെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മാംഗോയുടെ പരിപാടി ഇവിടെ റെഡിയാവും. അപ്പം ഒരുവിധമൊക്കെ ആയില്ലയോ, മാംഗോ ഒരുവിധം എന്തോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അവന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ പറഞ്ഞാൽ സൂപ്പറായമേ മതി എന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് പിള്ളേർക്കൊരു സന്തോഷമല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇനി ആ ചാർട്ട് പേപ്പർ വെച്ച് തന്നെ ഒരു ടൈ പോലെ ആക്കി കഴുത്തേക്കൂടെ ഇടാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്ക് മാംഗോ റെഡിയാവും. കണ്ടോ, ഇത്രയും ആയിട്ടുണ്ട്. ഒരുവിധം നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നില്ലയോ? നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇനി ഒരു ചാർട്ട് പേപ്പർ വെച്ച് അതിൻ്റെ തന്നെ ബാക്കി ചാർട്ട് പേപ്പർ വെച്ചാണ് നമ്മൾ ടൈ കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കേശു ഒരുങ്ങിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇട്ടപ്പോൾ വേണ്ട ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേശുവിന് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഇത് കയ്യിലാണ് കൊണ്ടുപോകണം. സ്കൂളിൽ ചെന്നിട്ട് ഇട്ടാൽ മതി. ഇത് കയ്യിൽ സെപ്പറേറ്റ് കവറിൽ കൊണ്ടുപോകാനായിട്ട് കൊടുത്തിട്ടുണ്ട്. കേശുവിന് നല്ല സന്തോഷമായിട്ട് എല്ലാം ഉണ്ടാക്കി കൊടുത്തപ്പോൾ. അപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് അവർ പ്രോഗ്രാമിൽ പങ്കെടുത്തവരെല്ലാം കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഫോട്ടോ കേട്ടോ. ഒരുവിധം കൂടുതൽ പേരും മാംഗോ തന്നെയാണ് ഉണ്ടായിക്കൊണ്ട് ചെന്നിട്ടുള്ളായിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കല്ലേ.
അപ്പോൾ ഓക്കെ ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.